ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യം ഇപ്രകാരമാണ്: ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ചില സമയങ്ങളിലൊക്കെയും പാഴും ശൂന്യവും ഇരുട്ടുമേറിയതായിട്ട് നമുക്ക് തോന്നും. ദുഃഖങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ചുറ്റുമുള്ളതൊന്നും കാണുവാൻ കഴിയാതെ മുന്നിലുള്ള വാതിലുകൾ മറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് പലപ്പോഴും അനുഭവപ്പെടും. പലപ്പോഴും അത് നമ്മെ തളർത്തുന്ന ഒരു അനുഭവത്തിലേക്ക് മാറും. എന്നാൽ ഉൽപ്പത്തി 1-ാം അധ്യായം 2-ാം വാക്യം നമ്മെ വളരെ വലിയൊരു സത്യമാണ് പഠിപ്പിക്കുന്നത്. പാഴും ശൂന്യവും ഇരുട്ടുമേറിയ ഇടത്തു നിന്നാണ് ദൈവത്തിന്റെ പ്രവൃത്തികൾ ആരംഭിക്കുന്നത്. പാഴ് എന്ന വാക്കിനർത്ഥം വിത്തൗട്ട് ഫോം, അതായത് രൂപരഹിതമായത്. ഭൂമി പാഴായിരിക്കുമ്പോൾ, രൂപരഹിതമായിരിക്കുമ്പോൾ ദൈവം അതിനെ മനോഹരമായൊരു സൃഷ്ടിയാക്കി മാറ്റുകയാണ്. നമ്മുടെ ജീവിതം പലപ്പോഴും പാഴായുള്ള, രൂപരഹിതമായുള്ള അവസ്ഥകളിലായിരുന്നിട്ടുണ്ട്. വിങ്ങി പൊട്ടുന്ന ഹൃദയത്തോടുകൂടെ ഇരുന്നിട്ടുണ്ട്. നിരാശകളുടെ അനുഭവത്തിൽ ആയിരുന്നിട്ടുണ്ട്. നഷ്ടങ്ങളുടെ അനുഭവത്തിൽ ആയിരുന്നിട്ടുണ്ട്. വേദനകളുടെ അവസ്ഥയിൽ ആയിരുന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് നാം വിശ്വസിക്കണം, ദൈവം നമ്മുടെ ജീവിതത്തിൽ മനോഹരമായൊരു സൃഷ്ടിയാക്കി മാറ്റുവാൻ വേണ്ടി പോവുകയാണ്. വചനം നമ്മെ പഠിപ്പിക്കുന്നു, ആഴത്തിന്മീതെ ഇരുൾ ഉണ്ടായിരുന്നു. ആഴത്തിന്മീതെയുള്ള ഇരുളിന് ദൈവത്തിന്റെ പ്രവൃത്തിയെ തടുക്കുവാനായിട്ട് കഴിഞ്ഞില്ല. നമ്മുടെ വേദനകൾ, നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ കണ്ണുനീരുകൾ, നമ്മുടെ നിരാശകൾ ദൈവത്തിന്റെ പ്രവൃത്തിയെ ഒരിക്കലും തടയുന്നില്ല. ദൈവം അവിടെയും പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. ഇരുട്ടിന്റെ നടുവിലും പ്രകാശത്തെ വിളിച്ചു വരുത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. മനുഷ്യർക്ക് അത് കാണുവാനായിട്ട് സാധിക്കുന്നില്ല എങ്കിലും ദൈവം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. വചനത്തിൽ നാം കാണുന്നത് ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്നുള്ളതാണ്. ജീവൻ ഒന്നും അന്ന് ഭൂമിയിലില്ല, ഒരു ജീവനും അന്ന് ഉടലെടുത്തിട്ടില്ല. എന്നാലും വെള്ളത്തിന്മീതെ ആ ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം പരിവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദുഃഖമാകുന്ന വെള്ളത്തിന് മുകളിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പരിവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മെ ആശ്വസിപ്പിക്കും. അത് നമുക്ക് പുതുജീവൻ നൽകും. അത് നമുക്കൊരു പുനരുത്ഥാനം നൽകും. ആഴത്തിന്മീതെ ഇരുൾ അലയടിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവം പറഞ്ഞ ആദ്യത്തെ വാക്ക് ഇതാണ്: വെളിച്ചം ഉണ്ടാകട്ടെ. നിങ്ങളുടെ ജീവിതത്തെ നോക്കി ദൈവം പറയുന്ന കാര്യം ഇതാണ്: വെളിച്ചം ഉണ്ടാകട്ടെ. ദുഃഖമാകുന്ന ഇരുട്ടിൽ നിന്ന് സന്തോഷമാകുന്ന വെളിച്ചം ഉണ്ടാകട്ടെ. വേദനയാകുന്ന ഇരുട്ടിൽ നിന്ന് സുഖമാകുന്ന വെളിച്ചം ഉണ്ടാകട്ടെ. നഷ്ടമാകുന്ന ഇരുട്ടിൽ നിന്ന് ശാന്തിയുടെയും പ്രത്യാശയുടെയും വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ. ഒരു കാര്യം ഓർക്കുക, ദുഃഖം മനുഷ്യനെ തകർക്കുവാനല്ല, ദുഃഖം മനുഷ്യനെ പുതിയ തുടക്കത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ദൈവം ഒരു മനുഷ്യനിൽ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ അവനിൽ പാഴായത്, രൂപരഹിതമായത് മനോഹരമാകുവാനായിട്ട് തുടങ്ങും. ശൂന്യമായതൊക്കെയും നിറയുവാനായിട്ട് തുടങ്ങും. ഇരുട്ടായതൊക്കെയും വെളിച്ചത്തിലേക്ക് ആകുവാനായിട്ട് തുടങ്ങും. ദൈവം നമ്മുടെ ജീവിതത്തിൽ ദുഃഖമാകുന്ന ഇരുട്ടിൽ നിന്ന് സന്തോഷമാകുന്ന വെളിച്ചങ്ങൾ കൊണ്ടുവരട്ടെ. പാഴായും ശൂന്യമായി വരുന്ന അനുഭവത്തിൽ നിന്ന് മനോഹരമായ ഒരു സൃഷ്ടിയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരട്ടെ. വെളിച്ചമുണ്ടാകട്ടെ എന്നുള്ള ദൈവത്തിന്റെ വാക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സാഫല്യമായി തീരട്ടെ. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.